അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിലെ തെമ്രീൻ ആക്ടിവിറ്റീസ് നോക്കാം. സത്യസന്ധതയെക്കുറിച്ചുള്ള ഒരു പാഠമാണ് നമ്മൾ പഠിച്ചത്. ഇമാം അബൂ ഹനീഫയുടെ ഒരു ചരിത്രം. ഇനി നഖറ ഉൻ നസ്വ, നമുക്ക് പാഠഭാഗം വായിക്കാം. വനുഇദ്ദു മുദക്കിറത്തൻ അനിസ്സുദ്ഖ്, എന്നിട്ട് സത്യസന്ധതയെക്കുറിച്ചൊരു മുദക്കിറത്ത്, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അതെങ്ങനെ തയ്യാറാക്കാം? ഇങ്ങനെ: അസ്സുദ്ഖു ഖുലുഖുൻ ഹസനുൻ, സത്യസന്ധത സൽസ്വഭാവമാണ്. ഖുലുഖുൻ ഹസനുൻ, സൽസ്വഭാവം. അൽ വലദു സ്വാദിഖു, സത്യസന്ധനായ കുട്ടി. യുഹിബ്ബുഹു അന്നാസു, ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നു. യക്തരിബൂന മിൻഹു, ജനങ്ങൾ അവനോട് അടുക്കുന്നു. വയസിഖൂന ബിഹി, ജനങ്ങൾ അവനെ വിശ്വസിക്കുന്നു. അസ്സുദ്ഖു ഹുവ ത്വരീഖുൻ ഇലൽ ഖൈരി വൻ നജാഹി, സത്യസന്ധത നന്മയിലേക്കും വിജയത്തിലേക്കുമുള്ള പാതയാണ്. അസ്സുദ്ഖു, സത്യസന്ധത. ഹുവ ത്വരീഖുൻ, അതൊരു പാതയാണ്. ഇലൽ ഖൈരി, നന്മയിലേക്കുള്ള. വൻ നജാഹി, വിജയത്തിലേക്കുള്ള. ലിത, അതുകൊണ്ട് യാ അസ്തിഖായി, കൂട്ടുകാരെ, കൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരുടെ കൂടെയാവുക, നിങ്ങൾ സത്യസന്ധരെ കൂടെ കൂട്ടുക. ഓക്കെ, അങ്ങനെ ഒരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി നഖറ ഉൻ നസ്വ, പാഠഭാഗം വായിക്കാം. വനസ്തഖ്രിജ് മിൻഹു അൽ അഫ്ആൽ അൽ മാലിയ, എന്നിട്ട് അതിൽ നിന്നും മാലിയായ ഫീലുകൾ കണ്ടെത്താം. ഉദാഹരണമായി രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വസല, റജ. വസല എന്നാൽ എത്തി, റജ മടങ്ങി. ഇങ്ങനെ പാസ്റ്റ് ടെൻസിൽ പറയുന്ന ഫീലുകൾക്കാണ് മാലിയായ ഫീൽ എന്ന് പറയുക. ഭൂതകാലക്രിയ, കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നത്. വസല, എത്തി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്, എത്തിക്കഴിഞ്ഞു. ഇനി എത്തും എന്നാണെങ്കിലോ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. എത്തുന്നു എന്നാണെങ്കിലോ വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എത്തി എന്ന് പറയുന്ന പോലെ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ഫേലുകൾക്ക് അറബിയിൽ അൽ ഫിഅലുൽ മാലി എന്ന് പറയും. പിന്നെ എത്തുന്നു, എത്തും എന്നതുപോലെയുള്ള വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്ന ഫേലുകൾക്ക് അൽ ഫിഅലുൽ മുലാരി എന്നും പറയും. ഇവിടെ ഈ പാഠഭാഗത്ത് നിന്നും മാലിയായ ഫീലുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് മാലിയായ ഫീലുകൾ കണ്ടെത്തുക. കുറച്ച് നമുക്ക് നോക്കാം. അർസല എന്ന് കാണുന്നുണ്ടല്ലേ, അയച്ചു, അത് മാലിയാണ്. പിന്നെ കാല, പറഞ്ഞു, കാലത്താജറു, കാല, അതും മാലിയാണ്. അതേപോലെ വാഫക്ക, ഇവിടെ വാഫക്ക ഹു എന്ന് കാണുന്നുണ്ട്, അതിലെ ഹു എന്ന് എഴുതരുത്, വാഫക്ക എന്ന് മാത്രമേ എഴുതാവൂ. കാരണം വാഫക്ക എന്നതാണ് ഫേല്, ഹു എന്നത് മറ്റൊരു വാക്കാണ്, അതിനോട് എന്ന അർത്ഥമുള്ള ഒരു ലമീറാണ് ഹു. അതുകൊണ്ട് ഹു ഒഴിവാക്കിയിട്ട് ആ ഫേല് മാത്രം എഴുതുക. വാഫക്ക, യോജിച്ചു, അംഗീകരിച്ചു, സമ്മതിച്ചു. പിന്നെ ഇതാ ഇജിത്തമ, ഒരുമിച്ച് കൂടി. ബാ, വിറ്റു. ആദ, മടങ്ങി. അങ്ങനെ ഒരുപാട് മാലിയായ ഫീലുകൾ ഇതിലുണ്ട്. തദക്കറ, ഓർത്തു. നദിമ, ഖേദിച്ചു. പിന്നെ ബിഅത്തു, ഞാൻ വിറ്റു, അത് ബിഅത്തു എന്ന് തന്നെ എഴുതുക. ഞാൻ വിറ്റു എന്നുള്ളത് ആ ഫീലിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് തു എന്നത്. ഓക്കെ. റജ, മടങ്ങി. സഅല, ചോദിച്ചു. അങ്ങനെ ഉള്ള ഫീലുകൾ. ഇനി ഏതാണുള്ളത്? നസീത്തു, ഞാൻ മറന്നു. പിന്നെ ഫക്കറ, ആലോചിച്ചു. ഓക്കെ, ഇത്രയൊക്കെയാണുള്ളത്. ഇനി അടുത്ത തംരീൻ എന്താ, അത് മുഴുവനായിട്ട് നോട്ട് ബുക്കിൽ എഴുതുക. കൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാവുക. നിങ്ങൾ കളവ് പറയുന്നവരുടെയോ കളവ് ചെയ്യുന്നവരുടെയോ കൂടെ കൂടാൻ പാടില്ല. ഇനി ഇവിടെ നഖറ ഉൻ നസ്വ, പാഠഭാഗം വായിക്കാം. വനുക്മിലുൽ ഹിവാറ, എന്നിട്ട് ഈ ഹിവാർ, ഈ കോൺവെർസേഷൻ പൂരിപ്പിക്കാം. വസലൽ ഖാദിമു ഇല ബൈത്തിഹി മുതഅഖിറൻ, നമ്മുടെ ഖാദിമ് കച്ചവടം ചെയ്തു, പിന്നീട് എന്ത് ചെയ്തു? മാർക്കറ്റിലേക്ക് രണ്ടാമതും പോയി ആ പണമൊക്കെ ദാനം ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകി ആണ് വീട്ടിലെത്തിയത്. വസലൽ ഖാദിമു, ഖാദിമെത്തി, ഇല ബൈത്തിഹി, തൻ്റെ വീട്ടിൽ, മുതഅഖിറൻ, ലേറ്റായിട്ട്, വൈകിട്ട്. ഫദാറ ബൈനഹു വ ബൈന വാലിദിഹി ഹിവാറൻ, അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവിനുമിടയിൽ ഒരു ഹിവാർ, ഒരു സംഭാഷണം നടന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അത് നമ്മൾ പൂരിപ്പിക്കണം. ആദ്യം അല്ലിബിന് മകൻ, അതായത് ഖാദിമ് ഉപ്പയോട് പറയുകയാണ്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് പറയുക? അസ്സലാമു അലൈക്കും. അപ്പോൾ വാലിദ് മറുപടി പറയും വ അലൈക്കും അസ്സലാം. എന്നിട്ട് വാലിദ് മകനോട് ചോദിക്കുകയാണ്, ലിമ തഅഖർത, നീ എന്തുകൊണ്ടാണ് വൈകിയത്? തഅഖറ വൈകി, തഅഖർത നീ വൈകി, ലിമ എന്തുകൊണ്ട്, ലിമ തഅഖർത നീ എന്തുകൊണ്ടാണ് വൈകിയത്? അപ്പോൾ അലിബിന് മറുപടി പറയുന്നത് എന്താണ്? യാ അബത്തി ഉപ്പ, അന ഹസീനുൻ, ഞാൻ ദുഃഖിതനാണ്, എനിക്ക് സങ്കടമുണ്ട് എന്നാണ് മറുപടി പറയുന്നത്. അപ്പോൾ ഉപ്പ ചോദിച്ചു, മാതാ അസാബക്ക, നിനക്ക് എന്ത് പറ്റി? നിനക്ക് എന്താണ് പറ്റിയത്? അസാബ, നിനക്ക് എന്ത് സംഭവിച്ചു, എന്ത് പറ്റി? അപ്പോൾ ഇബിന് മറുപടി പറയുന്നത് നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലാവുക? അതിൻ്റെ അവസാന ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാകും ആദ്യം എന്താണ് പൂരിപ്പിക്കേണ്ടത് എന്ന്. അവസാന ഭാഗം വായിച്ചു നോക്കൂ. നസീഹത്ത താജിരി എന്നാണുള്ളത്. താജിറിൻ്റെ ഉപദേശം, കച്ചവടക്കാരൻ്റെ ഉപദേശം, അങ്ങനെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ കച്ചവടക്കാരൻ്റെ ഉപദേശം എന്തായി? ഇദ്ദേഹത്തിനോട് മറന്നുപോയതല്ലേ, മകനോട് മറന്നുപോയതാണ്, ഖാദിമിനോട് മറന്നുപോയതാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ഞാൻ മറന്നു എന്ന് എഴുതണം. കച്ചവടക്കാരൻ്റെ ഉപദേശം ഞാൻ മറന്നു, അതാണ് അവിടെ എഴുതേണ്ടത്. ഞാൻ മറന്നു എന്നതിൻ്റെ വാക്ക് നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചിരുന്നു. എന്തായിരുന്നു? നസീത്തു, ഞാൻ മറന്നു. നസീത്തു നസീഹത്ത താജിരി, കച്ചവടക്കാരൻ്റെ ഉപദേശം ഞാൻ മറന്നു. അത് എഴുതാൻ ഇത്രയും സ്ഥലം വേണ്ട അല്ലേ? നസീത്തു. നസിയ എന്നാൽ മറന്നു, അവൻ മറന്നു. നസീത്തു ഞാൻ മറന്നു, ഞാൻ കച്ചവടക്കാരൻ്റെ ഉപദേശം മറന്നു, അതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. അപ്പോൾ ഉപ്പ എന്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ മനസ്സിലാകും എന്താണ് എന്ന്? അതിന് മറുപടി പറയുന്ന മകൻ്റെ മറുപടി എന്താണെന്ന് നോക്കിയാൽ മതി. മകൻ പറയുന്നത്, ലാ തബിഅ അൽ മലാബിസ ബിദൂനി ദിക്രി ഒയൂബിഹ, അതിൻ്റെ ഒരു വസ്ത്രം വിൽക്കരുത്. എങ്ങനെ? ബിദൂനി ദിക്രി, പറയാതെ, ഒയൂബിഹ അതിൻ്റെ ന്യൂനതകൾ, വസ്ത്രത്തിൻ്റെ ന്യൂനതകൾ പറയാതെ വിൽക്കരുത് എന്നാണ് മകൻ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഉപ്പ ചോദിച്ചിട്ടുണ്ടാവുക? കച്ചവടക്കാരൻ്റെ ഉപദേശം എന്തായിരുന്നു എന്നാണല്ലേ? കച്ചവടക്കാരൻ്റെ ഉപദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ ഉപദേശം അതേപടി മകൻ പറയുകയാണ്, ലാ തബിഅൽ മലാബിസ ബിദൂനി ദിക്രി ഒയൂബിഹ, അതാണ് കച്ചവടക്കാരൻ്റെ ഉപദേശം. അപ്പോൾ അതെങ്ങനെ ചോദിക്കും? കച്ചവടക്കാരൻ്റെ ഉപദേശം എന്തായിരുന്നു എന്ന്. എന്ത് എന്നുള്ളതിന് മാത അല്ലേ? മാ അല്ലെങ്കിൽ മാത. മാത കാനത്ത്, എന്തായിരുന്നു? നസീഹത്തു താജിരി, കച്ചവടക്കാരൻ്റെ ഉപദേശം. മാത കാനത്ത് നസീഹത്തു താജിരി, കച്ചവടക്കാരൻ്റെ ഉപദേശം എന്തായിരുന്നു? അപ്പോൾ മകൻ പറയുന്നു, ലാ തബിഅൽ മലാബിസ ബിദൂനി ദിക്രിഹ, ബിദൂനി ദിക്രി ഒയൂബിഹ, ഒയൂബ് പറയാതെ വസ്ത്രം വിൽക്കരുത്. അപ്പോൾ വാലിദ് ചോദിക്കുന്നു, ഹൽ ബിഅത്ത, എന്നിട്ട് നീ വിറ്റോ? അപ്പോൾ മകൻ എന്ത് പറയും? അതെ, ഞാൻ വിറ്റു. നഅം, അതെ, ബിഅത്തു, ഞാൻ വിറ്റു. അപ്പോൾ ചോദിക്കുകയാണ് വാലിദ്, മാതാ കാല താജിറു, അപ്പോൾ താജിർ എന്ത് പറയുന്നു? ഇനി അതെ, ഞാൻ വിറ്റു എന്നുള്ളതിൻ്റെ കൂടെ ഇങ്ങനെ പറയാം, നഅം ബിഅത്തു ബിദൂനി ദിക്രി ഒയൂബിഹ, ഒയൂബ് പറയാതെ ഞാൻ വിറ്റു, പൂർണ്ണമായിട്ട് തന്നെ പറയാം. അപ്പോൾ വാലിദ് പറയുന്നു, മാതാ കാല താജിറു, താജിർ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഇവരെന്ത് പറയും? താജിർ എന്തായിരുന്നു പറഞ്ഞത്? മുഴുവൻ പണവും സദക്ക ചെയ്യാനല്ലേ? അപ്പോൾ ഇങ്ങനെ പറയാം, അൻ അത്തസദ്ദഖ ബിസമനിൽ മലാബിസി കുല്ലിഹി, അല്ലെങ്കിൽ കാല താജിറു, അല്ലെങ്കിൽ കാല എന്ന് പറഞ്ഞാൽ മതി. കാല അൻ അത്തസദ്ദഖ ബിസമനിൽ മലാബിസി കുല്ലിഹി, ആ വസ്ത്രത്തിൻ്റെ മുഴുവൻ വിലയും ദാനം ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ വാലിദ് എന്ന് പറയുന്നു, അത് കേട്ടപ്പോൾ, ജസാഹുല്ലാഹു ഖൈറൻ, അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, ഇത്രയും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് തൻ്റെ ഭാഗത്തുനിന്ന്. തൻ്റെ ഭാഗത്തല്ല, അദ്ദേഹത്തിൻ്റെ ഖാദിമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയൊരു വീഴ്ചയ്ക്ക് പ്രായശ്ചിത്തമായി വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്ന് വാലിദ് പ്രാർത്ഥിച്ചു. ഇനി നുറത്തിബുൽ കലിമാത്തിൽ ആത്തിയാത്ത കമാഫിൽ മിസാൽ,
ഉദാഹരണത്തിലുള്ളതുപോലെ കലിമത്തുകൾ ക്രമീകരിക്കണം, ക്രമപ്പെടുത്തണം. ഉദാഹരണം ഇലസൂക്കി അൽ ഹാദിമു സ്വബാഹൻ ഖറജ എന്ന് കാണുന്നുണ്ട്. ഇലസൂക്കി അങ്ങാടിയിലേക്ക്, അൽ ഹാദിമു സേവകൻ, സ്വബാഹൻ രാവിലെ, ഖറജ പുറപ്പെട്ടു. അപ്പോൾ ഈ വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ആക്കണം. നമ്മൾ വാക്കുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഫെയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഫെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് ഫെയിലാണ്. ഇവിടെ ഫെയിലുണ്ടോ? ഇലസൂക്കി അൽ ഖാദിമു സബാഹൻ ഖറജ. ഇതിൽ ഖറജ ഫെയിലാണല്ലേ. അപ്പോൾ ഖറജയാണ്, ഫെയിലാണ് ആദ്യം വെക്കേണ്ടത്. ഖറജ ആദ്യം വെച്ചോളൂ. അവിടെ കൊടുത്തിരിക്കുന്നു, ഖറജ ആദ്യം വെച്ചിട്ടുണ്ട്. ഇനി ഫെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫെയിൽ പറയണം. ഫെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം? ആ ഫെയിൽ ആരാണോ ചെയ്തത് അയാളെയാണ് പിന്നെ പറയേണ്ടത്. ഇവിടെ ഖറജ എന്ന ഫെയിൽ ചെയ്തത് ആരാണ്? ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. പുറപ്പെട്ടു എന്ന ഫെയിൽ ആരാണ് ചെയ്തത്? ആരാണ് ചെയ്തത് എന്നുള്ളത് ഇതിൽ നോക്കുക. ഇലസൂക്കി പുറപ്പെട്ടു എന്നുള്ള പറയുന്ന ഫെയിൽ ചെയ്യോ? ഇല്ല. സ്വബാഹൻ ചെയ്യോ? ഇല്ല. ഖാദിമ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഖാദിമാണ് അത് ചെയ്തയാൾ. ചെയ്തയാൾക്ക് എന്താണ് പറയുക? നമ്മൾ പഠിച്ചു, ഫാഇൽ. ചെയ്തയാൾക്ക് എന്ത് പറയും? ഫാഇൽ. അപ്പോൾ ഖറജ എന്ന ഫെയിലിൻ്റെ ഫാഇൽ ഖാദിമാണ്. മറ്റ് രണ്ട് വാക്കുകളും ഫായിലാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഫെയിൽ പറഞ്ഞ ഉടനെ ഫായിൽ പറയുക. ഖറജൽ ഖാദിമു, ഖാദിമു പുറപ്പെട്ടു. ഇനിയോ എങ്ങോട്ടേക്ക് പുറപ്പെട്ടു? ഇലസൂക്കി അങ്ങാടിയിലേക്ക്. എപ്പോൾ പുറപ്പെട്ടു? സ്വബാഹൻ രാവിലെ. അപ്പോൾ ഖറജൽ ഖാദിമു ഇലസൂക്കി സ്വബാഹൻ, ഖാദിം രാവിലെ അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെയാണത് എഴുതേണ്ടത്. അതേപോലെ മറ്റുള്ളതും എഴുതാം. ഫി വക്തിൻ കസീരിൻ, ചുരുങ്ങിയ സമയത്തിൽ, അൽ ഖാദിമു സേവകൻ, ബാ വിറ്റു, അൽ മലാബിസ വസ്ത്രങ്ങൾ. ഇനി ഇതിൽ ഏതാണ് ഫിഅല്? ബാ എന്നൊരു ഫിഅൽ ഇതിലുണ്ട്. അപ്പോൾ ആദ്യം എന്ത് വെക്കാം? ബാ വെക്കാം. ബാ. പിന്നെ എന്ത് വെക്കണം? ബാ എന്നാൽ വിറ്റു. ആ വിറ്റു എന്ന പ്രവൃത്തി ചെയ്ത, ആ പ്രവൃത്തി ചെയ്യുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഇനിയുള്ള വാക്കുകൾ ഫി വക്തിൻ കസീരിൻ, അൽ ഖാദിമു, അൽ മലാബിസ് എന്നാണ്. അപ്പോൾ ഇതിൽ ബാ എന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റിയ ആൾ അൽ ഖാദിമു മാത്രമാണ്. അതുകൊണ്ട് ഖാദിമാണ് ഇതിൻ്റെ ഫായിൽ. അപ്പോൾ ബാ അൽ ഖാദിമു, ഖാദിമ് വിറ്റു. പിന്നെ എന്ത് പറയാം? ഖാദിം എന്താണ് വിറ്റത്? അൽ മലാബിസ. ബാ അൽ ഖാദിമു അൽ മലാബിസ, ഖാദിമ് വസ്ത്രങ്ങൾ വിറ്റു. ഇനി ബാക്കി അതുകൂടെ ഉള്ളൂ അല്ലേ? ഫി വക്തിൻ കസീരിൻ, ചുരുങ്ങിയ സമയത്തിൽ. അതുകൂടെ എഴുതുക. ബാ അൽ ഖാദിമു അൽ മലാബിസ ഫി വക്തിൻ കസീരിൻ, ഖാദിമ് ചുരുങ്ങിയ സമയത്തിൽ വസ്ത്രങ്ങളൊക്കെ വിറ്റു. രണ്ടാമത്തത് മുസ്രിഅൻ. മുസ്രിഅൻ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. അൽ ഖാദിമു ഇലസൂക്കി അങ്ങാടിയിലേക്ക്, റജ. റജ എന്ന് പറഞ്ഞാൽ മടങ്ങി. അപ്പോൾ ഇതിൽ ഫെയിലുണ്ട്. ഏതാണ് ഫെയില്? റജ. റജ ആദ്യം വെക്കുക. പിന്നെയോ ഫായിലാകാൻ പറ്റിയ ആരാണുള്ളത്? ഖാദിമ് തന്നെ അല്ലേ. അപ്പോൾ റജ അൽ ഖാദിമു, ഖാദിമു മടങ്ങി. എങ്ങോട്ടേക്ക് മടങ്ങി? ഇലസൂക്കി അങ്ങാടിയിലേക്ക്. എങ്ങനെ മടങ്ങി? മുസ്രിഅൻ വേഗത്തിൽ. റജ അൽ ഖാദിമു ഇലസൂക്കി മുസ്രിഅൻ, ഖാദിം വേഗം അങ്ങാടിയിലേക്ക് മടങ്ങി. അടുത്തത് യാഇസൻ, നിരാശനായിക്കൊണ്ട്. യാഇസൻ എന്ന് പറഞ്ഞാൽ ആദ മടങ്ങി, ഇലത്താജിരി കച്ചവടക്കാരൻ്റെ അടുക്കലേക്ക്, അൽ ഖാദിം വേലക്കാരൻ, സേവകൻ. ഓക്കെ, ഇതിൽ ഫെയിലുണ്ടോ? ഉണ്ട്. ഏതാണ്? ആദ മടങ്ങി. അതുകൊണ്ട് ആദ്യം ആദ വെക്കുക അല്ലേ. ആദ ആരാണ് മടങ്ങിയത്? ഇവിടെ ഇലത്താജിരി എന്നുള്ളതിൽ ഇലയുടെയും താജിറിൻ്റെ, ഇലയും താജിറും വേറെ വേറെ വാക്കുകളായിട്ടാണ് എഴുതിയതെങ്കിൽ കൺഫ്യൂഷനാകും അല്ലേ, ഏതാണ് ഫായിൽ എന്നുള്ളത്. ഈ കഥ നമുക്കറിയുന്നത് കൊണ്ട് കൺഫ്യൂഷനാകില്ല. പക്ഷേ നമുക്കറിയാത്ത ഒരു സെൻറ്റൻസാണ് ചോദിച്ചതെങ്കിൽ കൺഫ്യൂഷനാകും. ആര് ആരിലേക്ക് മടങ്ങിയെന്ന്. അതെങ്ങനെ മനസ്സിലാക്കാം? അപ്പോൾ ശരിയായ ഉത്തരം ഏതാണെന്ന്, ശരിയായ ഫായിൽ ഏതാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും? ആദ എന്നെഴുതി, അത്താജിരി എന്നും കാണുന്നുണ്ട്, അൽ ഖാദിമു എന്നും കാണുന്നുണ്ട്. അത് രണ്ടു പേർക്കും മടങ്ങാൻ കഴിയുന്ന ആളുകളാണ് അല്ലേ. ആദ താജിർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ മടങ്ങി, അതിൽ ഖാദിം സേവകൻ മടങ്ങി. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള മാർഗമാണ് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് നോക്കിയാൽ മതി. അതെങ്ങനെ മനസ്സിലാകും? ഫായിലിൻ്റെ ഇറാബ് എന്താണ്? ഫായിലിൻ്റെ ഇറാബ് റഫ് ആണ്.
ഇറാബ് റഫ് ആകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് ഇടേണ്ടത്. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലം എവിടെയാണോ ചേർത്തിരിക്കുന്നത് അതാണ് ഫായിൽ എന്ന് മനസ്സിലാക്കാം. ഇവിടെ താജിരി എന്നാണുള്ളത് അല്ലേ. താജിരി എന്നാകുമ്പോൾ ലമ്മില്ല, കസ്റാണ്. അൽ ഖാദിമിനാണെങ്കിൽ അവസാനം ലമ്മുണ്ട്. അപ്പോൾ ഖാദിമ് തന്നെ ഫായിൽ. അതുകൊണ്ട് ആദൽ ഖാദിമു, ഖാദിമു മടങ്ങി, ഇല താജിരി കച്ചവടക്കാരനിലേക്ക്, യാ ഇസൻ നിരാശനായിക്കൊണ്ട്. ഇനി അടുത്തത് അൽ മലാബിസി കുല്ലിഹി തസദ്ദക ബിസമിനി അത്താജിറു. അതിലേതാണ് ഫിഅല്? തസദ്ദഖയാണല്ലേ. തസദ്ദഖ ആരാണ് ദാനം ചെയ്തത്? തസദ്ദഖ മീൻസ് ദാനം ചെയ്തു. ആരാണ് ദാനം ചെയ്തത്? അത്താജിറു കച്ചവടക്കാരൻ. തസദ്ദഖ താജിറു കച്ചവടക്കാരൻ ദാനം ചെയ്തു. എന്ത് ദാനം ചെയ്തു? ബിസമനിൽ മലാബിസി വസ്ത്രങ്ങളുടെ വില, കുല്ലിഹി മുഴുവനും. അപ്പോൾ തസദ്ദഖ താജിറു ബിസമനിൽ മലാബിസി കുല്ലിഹി, താജിർ വസ്ത്രങ്ങളുടെ വില മുഴുവൻ ദാനം ചെയ്തു. ഓക്കെ. ഇനി നഖറ ഉൽ മുഫ്രദാത്തി വാക്കുകൾ വായിച്ചു നോക്കാം. വനുൻഷി ഉൽ ജുമല എന്നിട്ട് ജുംലകൾ മീൻസ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. അത്താജിർ കച്ചവടക്കാരൻ, അൽ ഖാദിം സേവകൻ, അഅ്ത നൽകി. അഅ്ത എന്നത് ഫിഅലാണ്. അത്താജിറും അൽ ഖാദിമും ഇസ്മുകളാണ്. ദഹബ പോയി, അന്നാസു ജനങ്ങൾ, അൽ ബാഇഉ വിൽക്കുന്നവൻ കച്ചവടക്കാരൻ, നാദ വിളിച്ചു, ഇസ്തറ വാങ്ങി, ആദ മടങ്ങി, തൊലബ ആവശ്യപ്പെട്ടു, തഫക്കറ ചിന്തിച്ചു, അറള ഓഫർ ചെയ്തു. ഇത്രയും വാക്കുകളാണുള്ളത്. ഈ വാക്കുകൾ പരസ്പരം ചേർത്തുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ജാ അൽ ഖാദിമു, ഖാദിമ് വന്നു. അപ്പോൾ ഒരു ഫേലും അതിൻ്റെ ഫായിലും മാത്രം വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ടതില്ല. അപ്പോൾ ഫെയിലുകളും ഇവിടെയുണ്ട്, ഫായിലുകളുമുണ്ട്, അത് പരസ്പരം ചേർത്ത് എഴുതിയാൽ മതി. അഅ്ത എന്ന് കാണുന്നുണ്ടല്ലേ. അഅ്ത നൽകി, അഅ്ത താജിറു കച്ചവടക്കാരൻ നൽകി. പിന്നെ ദഹബൽ ഖാദിമു, ഖാദിമ് പോയി. പിന്നെ എന്തുണ്ട്? നാദ ഉണ്ടല്ലേ. നാദ താജിറു, താജിർ വിളിച്ചു. ഇസ്തറ വാങ്ങി എന്ന് കാണാം. ആരാ വാങ്ങിയത്? ഇസ്തറന്നാസു ജനങ്ങൾ വാങ്ങി. പിന്നെ ആദ മടങ്ങി, ആദൽ ഖാദിമു ഖാദിമു മടങ്ങി. തൊലബ ആവശ്യപ്പെട്ടു, തൊലബന്നാസു ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇതൊക്കെ ഈ ഓരോ ഫീലിനും ഇതിലുള്ള ഇസ്മുകളെല്ലാം വെക്കാം അല്ലേ. തൊലബ താജിറു താജിർ ആവശ്യപ്പെട്ടു എന്ന് പറയാം. തൊലബൽ ഖാദിമു ഖാദിം ആവശ്യപ്പെട്ടു എന്ന് പറയാം. എല്ലാം വെക്കാം. പിന്നെ തഫക്കറ ചിന്തിച്ചു, തഫക്കർ അൽ ഖാദിമു ഖാദിമ് ചിന്തിച്ചു, അല്ലെങ്കിൽ തഫക്കറ താജിറു താജിർ ചിന്തിച്ചു. അറള താജിറു താജിർ ഓഫർ വെച്ചു, ഓഫർ ചെയ്തു. അങ്ങനെ എല്ലാ ഫീലിൻ്റെ കൂടെയും ഫായിലായിക്കൊണ്ട് ഇവിടെയുള്ള 3 ഇസ്മുകളും വെക്കാവുന്നതാണ്. 3 ഇവിടെ ബായും കൂടെ ഉണ്ടല്ലേ. അപ്പോൾ ബായും കൂടെ നമുക്ക് വെക്കാം. അറലൽ ബായോ ബായ കച്ചവടക്കാരൻ ഓഫർ വെച്ചു. ആദൽ ബായോ ബായെ മടങ്ങി. പിന്നെ നാദ അൽ ബായോ ബായെ വിളിച്ചു. ഓക്കെ, അങ്ങനെല്ലാം വെക്കാം. പിന്നെ ഇതോടെ മൂന്നാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 2ാമത്തെ പാഠം പറയാം.